കോൺഗ്രസിലെ നേതാക്കൾ എന്താണ് കാണിക്കുന്നതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. കാരണം കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും അറിയില്ല അവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് പൊതുജനങ്ങളുടെ മുന്നിലെന്ന്. ഓരോ സംസ്ഥാനത്തും കോൺഗ്രസിന് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സത്യം കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല എന്നതാണ് കർണാടകയിൽ ഇന്ന് DK ശിവകുമാർ കാണിച്ചു കൂട്ടിയ ഈ കോപ്പായത്തരങ്ങൾ സത്യപ്പെടുത്തുന്നത്. നിലവിൽ എന്താണ് സംഭവം? റാലിക്കിടെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ ആപ്പിൾ കഴിച്ചു. അതായത് ആപ്പിൾ എടുത്ത് ഒരു ഭാഗം കടിക്കുന്നു, അതിനുശേഷം അത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ മുന്നിലേക്ക് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു. അതിൽ DK ശിവകുമാറിന്റെ ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. അവരുടെ മുന്നിലേക്കും എടുത്ത് എറിഞ്ഞു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിൽക്കുന്നത്. കനകപുരയിലെ ഒരു പ്രധാന നഗരമായ ഹാരോഹള്ളിയിൽ മുഖ്യമന്ത്രിയായ സന്തോഷം അണികളുമായി പങ്കുവയ്ക്കുന്നതിനിടെയാണ് കടിച്ച ആപ്പിൾ ജനക്കൂട്ടത്തിന് നേരെ DK ശിവകുമാർ എടുത്തെറിയുന്നത്. വീഡിയോയ്ക്ക് ഓൺലൈനിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അനുയായികളും പ്രാദേശിക പ്രവർത്തകരും ഒത്തുചേർന്ന റാലിക്കിടെ ആപ്പിളും പൂക്കളും കൊണ്ട് നിർമ്മിച്ച മാല മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. 100 കിലോയിൽ അധികം ഭാരമുള്ള മാല ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിച്ചത്. ഇതോടെ ആവേശം കയറിയ DK ശിവകുമാർ മാലയിൽ നിന്നും ആപ്പിൾ പറിച്ചെടുത്ത് കടിച്ചിട്ട് അണികൾക്ക് നേരെ എറിയുകയായിരുന്നു. ഒന്നല്ല, ഒരു 5-6 ആപ്പിളുകൾ എടുത്ത് കടിക്കുന്നു, എടുത്ത് ഓരോ വാക്കിലേക്കും എടുത്ത് എറിയുന്നു, ഓരോ പ്രവർത്തകരുടെ അടുത്തേക്കും എടുത്ത് എറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രവർത്തകർ ആ ആപ്പിൾ ചാടി പിടിച്ച് അതെടുത്ത് ബാക്കി ഭാഗം കടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് ചാടി പിടിക്കാൻ അണികൾ തിക്കും തിരക്കും കൂട്ടുന്നത് വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. BJP നേതാവ് അശോക് ഗൗഡ ഉൾപ്പെടെ DK ശിവകുമാറിനെ വിമർശിച്ചുകൊണ്ട് പ്രമുഖർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റാരെങ്കിലും കടിച്ച ആപ്പിൾ നിങ്ങൾ കഴിക്കുമോ DK ശിവകുമാർ എന്നാണ് അശോക് ഗൗഡ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ സേവകനാണ് മുഖ്യമന്ത്രി എന്ന് ഓർക്കണമെന്ന് പലരും അഭിപ്രായപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് നേതൃത്വമല്ല, വളർത്തു മൃഗങ്ങളെ പോലെ ആളുകളെ പരിഗണിക്കുന്ന ഒരു ഫ്യൂഡൽ അവശിഷ്ടമാണിതെന്ന് BJP തന്നെ പറയുന്നു. കൂടാതെ പകുതി തിന്ന ഉമിനീർ കുതിർന്ന ആപ്പിൾ ഒരു ജനക്കൂട്ടത്തിലേക്ക് എറിയുന്നത് ശുദ്ധമായ വിഡ്ഢിത്തരവും വിവരമില്ലായ്മയുമാണെന്ന് BJP തന്നെ ഇപ്പോൾ വ്യക്തമായി പറയുകയാണ്. ഇതൊരു രാജവാഴ്ചയാണെന്നാണ് ഗൗഡ ചൂണ്ടിക്കാട്ടുന്നത്. തികച്ചും അപമാനകരമാണ് എന്നാണ് കമന്റുകൾ അങ്ങനെ വരുന്നത്. അതായത് കർണാടകയിൽ ഇത് വലിയൊരു വിവാദത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നു. അതായത് ഒരു മാന്യതയുമില്ലാത്ത അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത DK ശിവകുമാറിനെ പോലെയുള്ള രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്ത, ജനങ്ങളെ എങ്ങനെ സേവിക്കണമെന്ന് അറിയാത്ത ഒരാളുടെ കയ്യിലേക്ക് മുഖ്യമന്ത്രി പദവി എടുത്ത് കൊടുത്തത് കൊണ്ട് കോൺഗ്രസിനുണ്ടായ ചീത്തപ്പേര്, അല്ലെങ്കിലും കോൺഗ്രസിന് തലയ്ക്ക് മുകളിലാണ് ചീത്തപ്പേര് നിൽക്കുന്നത്. ഇപ്പോൾ ഇതും കൂടി ആയപ്പോഴത്തേക്ക് DK ശിവകുമാറിന്റെ കാല് പിടിക്കാനും DK ശിവകുമാർ കാണിക്കുന്ന എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കാൻ കുറെ പ്രവർത്തകർ കോൺഗ്രസിലുണ്ട് എന്നതിന്റെ ഒരു നേർചിത്രമായി കർണാടകയിലെ കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഴുവൻ രാജ്യത്തിനും വെറുപ്പുളവാക്കുന്നതും ഇത് ഒരു അപമാനം, കോൺഗ്രസിന് തന്നെ ഇതൊരു അപമാനം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണെന്നാണ് ജനങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത്. അവന്റെ വൃത്തികെട്ട വായിലെ ബാക്ടീരിയകൾ എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നു. ആളുകൾ എന്തിനാണ് ഈ ജനവിരുദ്ധർക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് ഒരു വക്താവ് ചോദിക്കുന്നു. കൂടാതെ പലതരത്തിലുമുള്ള അസുഖങ്ങൾ ഇന്ന് ലോകത്ത് പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ DK ശിവകുമാർ കടിച്ച ആപ്പിൾ, അതിൻ്റെ അകത്ത് ഉമിനീരുണ്ടാകും, അതിൽ ചെറിയ അണുക്കൾ, ബാക്ടീരിയസ് എല്ലാം ഉണ്ടാകും. അത് വേറൊരാളെടുത്ത് കടിക്കുമ്പോൾ അയാളുടെ DK ശിവകുമാറിന്റെ വായിൽ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് മറ്റൊരാളിലേക്ക് പകർന്നു പോകും. അങ്ങനെ ഒരു വൈറസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള കാരണം തന്നെ ഇത് മതിയെന്ന് മറ്റൊരാൾ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു രോഷം പ്രകടിപ്പിക്കൽ ഈ DK ശിവകുമാറിന്റെ പ്രവൃത്തിക്ക് നേരെ ഓരോ വീഡിയോയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. DK ശിവകുമാർ ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് മാന്യതയൊക്കെ കാണിക്കണമെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ഒന്നടക്കം പറയുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരുപാട് കയറി ഇറങ്ങിയ DK ശിവകുമാർ ഇനി കർണാടകയിൽ ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഓരോ രീതികൾ കാണിച്ചു കൂട്ടുകയാണോ എന്നൊരു സംശയവും സിദ്ധരാമയ്യയുടെ പ്രവർത്തകരും ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ 2 ആഴ്ച മുമ്പ് സിദ്ധരാമയ്യ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വം അവരോധിച്ചിരുന്നു. പ്രശ്നങ്ങളെല്ലാം ഒടുങ്ങുകയും തുടർഭരണം കിട്ടുന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ DKയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നയിക്കുമെന്ന് കരുതിയെങ്കിലും തുടക്കത്തിലെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പുതിയ മന്ത്രിസഭയിലെ അംഗമായ രാമലിംഗ റെഡ്ഡിയാണ് ആദ്യം മുടക്കിട്ടത്. ആഗ്രഹിച്ച വകുപ്പ് കിട്ടാത്തതിൽ കലിപോണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും അത് വാട്സ്ആപ്പ് വഴി അയച്ചുവിടുകയും ചെയ്തു. കൂടാതെ വകുപ്പിലെ തന്റെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഏറെ പണിപ്പെട്ടാണ് രാമലിംഗ റെഡ്ഡിയെ അനുനയിപ്പിച്ച് രാജി പിൻവലിച്ചത്. അപ്പോൾ വലിയ രീതിയിൽ സ്വന്തം മന്ത്രിസഭയിലുള്ളവരെ പോലും അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു നേരായ ഒരു ഭരണം നടത്താനോ DK ശിവകുമാറിന് ഇപ്പോൾ കഴിയുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം.